ഇപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ എന്താണ് ഉണ്ടാക്കാൻ പോകുന്നത് എന്ന്. അതെ, ഞാനിവിടെ ഒരു മൂൺ ടെക്സ്ചർ ആയിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ശരിക്കും ഇത് എക്സ്പെരിമെൻ്റൽ വീഡിയോ ആണ്. കാരണം ഞാൻ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തില്ല ടിഷ്യൂ വെച്ചിട്ട് ഇതുപോലത്തെ ഒരു അടിപൊളിയായിട്ടുള്ള മൂൺ ടെക്സ്ചർ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നത്. ശരിക്കും ഞാൻ വിചാരിച്ചു ഞാൻ എന്തുകൊണ്ട് ഇത് മുമ്പേ ചെയ്തില്ല എന്ന്. എന്തായാലും ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അതും ഇതിൽ യൂസ് ചെയ്തിട്ടുള്ള ഗ്ലൂ പോലും ഹോം മെയ്ഡ് ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. ശരിക്കും ഈ മൂൺ ടെക്സ്ചറായിട്ട് വാൾപൊട്ടിയും വൈറ്റ് സിമെൻറ്റൊക്കെ യൂസ് ചെയ്തിട്ടാണ് ഉണ്ടാക്കാറുള്ളത്. ഉമ്മാൻ്റെ പറഞ്ഞപ്പോൾ ഉമ്മ പറഞ്ഞു ഈ പറഞ്ഞ സംഭവങ്ങളൊന്നും ഇപ്പം വാങ്ങിച്ചില്ല, നിനക്കിത് ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കിക്കൂടെ എന്ന് ചോദിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അപ്പോഴാണ് ഗൈസ് എൻ്റെ തലയിൽ ഫ്യൂസായി പോയ ബൾബ് തിരിച്ചു വരുന്നത്. പിന്നെ ഒന്നും നോക്കിയില്ല, ടിഷ്യൂ പേപ്പർ എടുത്തു. പിന്നെ ഗ്ലൂ ഒക്കെ നമുക്ക് ഇങ്ങനെ ഹോം മെയ്ഡായിട്ടൊക്കെ ഉണ്ടാക്കാമല്ലോ. ഗ്ലൂ ഉണ്ടാക്കാനായിട്ട് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഞാൻ താഴെ എഴുതി കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങളുണ്ടാക്കുന്ന മൂൺ ടെക്സ്ചർ ആർട്ടിൻ്റെ സൈസിനായിരിക്കും നിങ്ങളുണ്ടാക്കുന്ന ഗ്ലൂവിൻ്റെ അളവ് വേണ്ടത്. എന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഇവിടെ ഒരു മീഡിയം സൈസിലുള്ള ഒരു മൂൺ ടെക്സ്ചർ ആർട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ അതിനതേ ഇത്ര ഗ്ലൂവേ എടുക്കുന്നുള്ളൂ. വലിയ സൈസിലുള്ള മൂൺ ടെക്സ്ചർ ആർട്ടാണ് ഉണ്ടാക്കുന്നതെങ്കിൽ കുറച്ചുകൂടി ഗ്ലൂ ഉണ്ടാക്കണേ. പിന്നെ എല്ലാ സാധനങ്ങൾക്കും അളവൊന്നുമില്ല, കുറച്ചായിട്ട് ആഡ് ചെയ്യുക. ഏത് സൈസിലുള്ള മൂൺ ടെക്സ്ചർ ആയിട്ട് ഉണ്ടാക്കുകയാണെങ്കിലും 1/4 ടീസ്പൂൺ ഉപ്പും പഞ്ചസാരയും ചേർത്താൽ മതി. ഉപ്പും പഞ്ചസാരയ്ക്കും എപ്പോഴും സെയിം അളവാണ്, അത് 1/4 ടീസ്പൂൺ മാത്രം ചേർത്താൽ മതി. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സോക്ക് ചെയ്യാൻ വെച്ച് നമ്മളുടെ ടിഷ്യൂ പേപ്പറത്തെ വെള്ളമൊക്കെ ഒന്ന് മാറ്റി ആ ടിഷ്യൂ പേപ്പറിനെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കുക. പിന്നെ ഡ്രൈ ആക്കിയെടുത്ത ടിഷ്യൂ പേപ്പറിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ഗ്ലൂ ആഡ് ചെയ്യണേ. അത് ഞാൻ കാണിക്കാൻ വിട്ടുപോയി. അപ്പോൾ നമുക്കിത് ഇതുപോലത്തെ ഒരു ടെക്സ്ചർ കിട്ടും. ഇനി ഇതേ കിട്ടുന്ന ഈ ടെക്സ്ചറാണ് നമ്മൾ മൂൺ ടെക്സ്ചറായിട്ട് ഉണ്ടാക്കാൻ യൂസ് ചെയ്യേണ്ടത്. ഞാനിവിടെ ഒരു കേക്കിൻ്റെ ബേസാണ് കേട്ടോ എടുക്കുന്നത്. നിങ്ങൾക്ക് ഏത് റൗണ്ട് വേണമെങ്കിലും എടുക്കാം. വേണമെങ്കിൽ കാർഡ്ബോർഡൊക്കെ കട്ട് ചെയ്ത് യൂസ് ചെയ്താൽ മതി. അതിലേക്ക് കുറച്ച് ഗ്ലൂ ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ഫെവിക്കോളാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഫെവിക്കോൾ ഇല്ലെങ്കിൽ നേരത്തെ ഉണ്ടാക്കിയ ഗ്ലൂ ആഡ് ചെയ്ത് കൊടുത്താലും മതി, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗ്ലൂ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ച ടെക്സ്ചർ ഇതുപോലെ കുറച്ചായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഞാൻ ഈ ചെയ്യുന്ന സ്റ്റെപ്പ് പോലെ തന്നെ നിങ്ങൾ ചെയ്താൽ മതി. കാരണം മുഴുവനായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്യണമെങ്കിൽ നമ്മൾ ടെക്സ്ചർ ആർട്ടൊക്കെ ചെയ്ത് വരുമ്പോഴത്തേനും ആ ഗ്ലൂ ഒക്കെ ഉണങ്ങി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതുപോലെ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്യുക, എന്നിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് ടെക്സ്ചർ വയ്ക്കുക. ആ ഒരു ടൈപ്പിൽ ചെയ്താൽ മതി കേട്ടോ. പിന്നെ ഈ ഒരു ടെക്സ്ചറായിട്ട് ചെയ്യാൻ ഭയങ്കര സാറ്റിസ്ഫാക്ഷനാണ്. നല്ല രസമാട്ടോ നമ്മുടെ കൈ കൊണ്ട് അത് വെച്ചിട്ട് ഇങ്ങനെ ചെയ്യാൻ. ഈ ഒരു മൂൺ ടെക്സ്ചറായിട്ട് ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. കാരണം ബാക്കിയുള്ളവരൊക്കെ വൈറ്റ് സിമെൻറ്റും വാൾപുട്ടിയൊക്കെ ചെയ്യുമ്പോൾ ഞാനിങ്ങനെ ടിഷ്യൂ ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ എക്സ്പെരിമെൻറ്റ് ചെയ്യുമ്പോൾ ഇത് വർക്കായില്ലെങ്കിൽ എൻ്റെ ഗ്ലൂ ഒക്കെ വെറുതെ വേസ്റ്റായി പോവില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. പക്ഷേ എൻ്റെ എക്സ്പെക്റ്റേഷനൊക്കെ മറികടന്നുകൊണ്ട് ഈ ഒരു ക്രാഫ്റ്റ് നല്ല സൂപ്പറായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. എന്തായാലും ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഇത്ര അടിപൊളിയായി കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചതേ ഇല്ല. ഇനി എന്തെങ്കിലും പറ്റുകയാണെങ്കിൽ വൈറ്റ് സിമെൻറ്റും വാൾപുട്ടിയൊക്കെ കിട്ടുമ്പോൾ ഒറിജിനലായിട്ട് തന്നെ ഒരു മൂൺ ലാമ്പ് തന്നെ ചെയ്തെടുക്കണം. പിന്നെ ടെക്സ്ചറായിട്ട് ചെയ്യുമ്പോൾ ഇതുപോലെ കുറച്ച് ഭാഗം മാറ്റി വെക്കണം കേട്ടോ. കാരണം അതിൻ്റെ മുകളിൽ നമുക്ക് ആ മൂണിൻ്റെ ബബിൾസ് പോലത്തെയൊക്കെ സംഭവമില്ലേ, ആ ഒരു ടെക്സ്ചർ ചെയ്യാനാണ്. ഈ ഒരു സ്റ്റെപ്പും കൂടി കിടന്നു കഴിഞ്ഞാൽ നമ്മളുടെ മൂൺ ലാമ്പ് ഇവിടെ ഫിനിഷായി. ഇനി നമുക്ക് ബാക്കിയുള്ളത് കുറച്ച് ടച്ചപ്പ് പരിപാടികൾ മാത്രമേ ഉള്ളൂ. പിന്നെ ഈ കൊടുക്കാൻ പോകുന്ന മൂണിൻ്റെ ഡിസൈൻ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും കൊടുക്കാം. കാരണം മൂണിന് അങ്ങനെ പ്രത്യേകിച്ച് ഇതുപോലെ ഡിസൈനൊന്നുമില്ല, അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിന് എല്ലാവരും ചെയ്യുന്നതാണ്. പിന്നെ ഈ ഒരു മോളിൽ വെക്കാനുള്ള ഈ ഒരു ടെക്സ്ചറിൽ കുറച്ച് ബ്ലാക്ക് പെയിൻറ്റും കൂടിയും ആഡ് ചെയ്യണേ. പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളൊരു കാര്യം, ബ്ലാക്ക് പെയിൻറ്റ് കുറേ ആക്കരുത്, കുറച്ചാക്കിയാൽ തന്നെ അത് ഈ ഒരു കളറ് കിട്ടും. ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻ ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. ഞാൻ എനിക്കിഷ്ടമുള്ള ഡിസൈൻ ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ മൂണിൻ്റെ ഡിസൈനൊക്കെ ഇവിടെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് സ്റ്റെപ്പും കൂടിയുള്ള അത് കഴിഞ്ഞാൽ നമ്മളുടെ മൂൺ ഇവിടെ ഫിനിഷാവും. ഇനി കുറച്ച് വെള്ളം എടുത്തിട്ട് ഇതുപോലെ ഒന്ന് സ്മൂത്താക്കി കൊടുക്കുന്നുണ്ട്. കുറേ ഒന്നും ചെയ്യേണ്ട, കുറച്ച് ചില ഭാഗങ്ങളൊക്കെ ചെയ്താൽ മതി. കാരണം മുഴുവൻ ചെയ്ത് കൊടുത്താൽ നമ്മളുടെ മൂണിൻ്റെ ആ ലുക്ക് ഫിനിഷാവില്ല. അങ്ങനെ നെക്സ്റ്റ് ഡേ ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഒരു ഡേ മുഴുവൻ വെച്ചിട്ടുണ്ട്, എന്നാൽ ഇത് നന്നായി ഉണങ്ങി കിട്ടുള്ളൂ. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുറച്ച് പെയിൻ്റൊക്കെ അടിച്ചു കൊടുത്തിട്ട് ഒന്ന് ടച്ചപ്പ് ആക്കി കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് ചെയ്യാം.
ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു കട്ടിയുള്ള കാർഡ്ബോർഡ് എടുക്കുക. അത് ഇതുപോലെ നമുക്ക് വേണ്ട അളവിലൊന്നിങ്ങനെ വെച്ച് നോക്കുക. എന്നിട്ട് ഗ്ലൂ ഗൺ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഗ്ലൂ ആക്കി കൊടുത്തതിന് ശേഷം ഈ ഒരു കാർഡ്ബോർഡ് ഇങ്ങനെ റൗണ്ടിൽ ഇങ്ങനെ ഒട്ടിച്ചിട്ട് വരിക. ഞാൻ ഇത്തിരി തിക്കായിട്ടുള്ള കാർഡ്ബോർഡിൻ്റെ പീസാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സാധാരണ കാർഡ്ബോർഡിൻ്റെ ഒന്ന് നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ട് ഒട്ടിച്ചാലും മതി. അങ്ങനെ ഒട്ടിച്ചൊക്കെ കിട്ടി നല്ല സൂപ്പർ ആൻഡ് പെർഫെക്റ്റായി വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിന് ഗ്ലൂ ഗൺ തന്നെ വേണമെന്നില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ഫെവി ഗ്ലൂ അങ്ങനെ ഏത് വേണമെങ്കിലും എടുക്കാം. നെക്സ്റ്റ് വേണ്ടത് ഒരു ലൈറ്റാണ്. ഏത് ലൈറ്റ് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. ഞാനിവിടെ എടുക്കുന്നത് ഫെയറി ലൈറ്റാണ്. ഇനി ആ ഫെയറി ലൈറ്റിനെ ഇതുപോലെ ചുറ്റും ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ മൂണിൻ്റെ മുകളിൽ വെക്കാനായിട്ട് ചെറിയൊരു റൗണ്ട് വേണം, ദാ ഇതുപോലെ. എന്നിട്ട് നമുക്ക് അതിൽ ഇതുപോലെ ഒന്ന് പെയിൻ്റ് അടിച്ചു കൊടുക്കുക. നിങ്ങൾക്ക് ബ്ലാക്കോ വൈറ്റോ പെയിൻ്റ് അടിക്കാം. ഞാനിവിടെ ബ്ലാക്ക് ആയിട്ട് അടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇത് ഇതുപോലെ നല്ല സെറ്റായി ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് പരിപാടി നമ്മളുടെ മൂണിലേക്ക് ഇതൊന്ന് ഒട്ടിച്ചെടുക്കലാണ്. പിന്നെ ഇതിൻ്റെ ഫൈനൽ റിസൾട്ട് കാണാൻ ഞാനും എൻ്റെ ഉമ്മയും എൻ്റെ അനിയത്തിയൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഇനി ഈ രണ്ട് സൈഡും കൂടിയും ബ്ലാക്ക് പെയിൻറ്റ് അടിച്ചു കൊടുത്തതിന് നമ്മളുടെ മൂൺ ലാമ്പ് ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിൻ്റെ ഫൈനൽ റിസൾട്ട് നോക്കിയാലോ. 3, 2, 1 സ്റ്റാർട്ട്. വാവ് ഗൈസ്, അത്രയും ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. കാരണം ഞാൻ എക്സ്പെക്റ്റ് ചെയ്യാത്തൊരു കാര്യം ഇതുപോലെ അടിപൊളിയായി വന്നു വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ എങ്ങനെയുണ്ട് എൻ്റെ ഫൈനൽ ലുക്ക്? നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണം. കാരണം അത്രയ്ക്ക് അടിപൊളിയാണ് നേരിട്ട് കാരണം വീഡിയോയിൽ കാണാനൊക്കെ നല്ല സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്നെ കാണുമ്പോൾ മനസ്സിലാവും എത്ര അടിപൊളിയാണെന്ന്. അപ്പോൾ ഞാൻ ഇത്രയും എഫേർട്ട് ഇട്ടൊക്കെ ചെയ്തതല്ലേ. അപ്പോൾ നിങ്ങൾക്കൊരു ലൈക്കും സബ്സ്ക്രൈബൊക്കെ തന്നൂടെ. അപ്പോൾ ഇനി നെക്സ്റ്റ് അടിപൊളി ക്രാഫ്റ്റായിട്ട് വീണ്ടും വരും. അപ്പോൾ എല്ലാവർക്കും ബൈ.